الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر قال الله عز وجل اذكروا محاسن موتاكم قال رسول الله صلى الله عليه وسلم توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله بأهل البدير يا الله صلاة الله ها رسول الله سلام الله ബിബില്ലാ. ബഹുമാന ആദരവുകൾ നിറഞ്ഞ അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ് അവറുകളെ, പ്രിയപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠനായ എൻ്റെ സുഹൃത്ത്, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വലിയ ദഅവത്ത് നിർവഹിക്കുന്ന എൻ്റെ അഭിമന്യരായ ഉസ്താദിൻ്റെ ചെറുമകനിൽ ഒരാളായ ബഹുമാനപ്പെട്ട അബൂബക്കർ ഇമാനി ഉസ്താദ് അവറുകളെ, അതുപോലെ തന്നെ ഏറെ ദൂരം പിന്നിട്ട് പ്രൗഢമായ ഈ സദസ്സിന് പ്രഭാഷണം നടത്തുന്ന ബഹുമാന്യനായ ദാറുൽ ഹുദയുടെ സന്തതി മോമൂൻ ഹുദവി വണ്ടൂർ അവറുകളെ, സദസ്സിൽ ഉപവിഷ്ടരായ നസാർ മുസ്ലിയാർ, നസാർ റഹ്മാനി അവറുകൾ, ഈ സദസ്സിന് സ്വാഗതമർപ്പിച്ചിട്ടുള്ള മുഹമ്മദ് മരക്കാട്ട്, അതുപോലെ പ്രിയപ്പെട്ട എൻ്റെ സഹപാഠി ജ്യേഷ്ഠതുല്യനായ ബഹുമാനപ്പെട്ട അസീസ് ഇമാനി അവറുകൾ, അതുപോലെ നന്ദി പറയുന്ന ബഹുമാനപ്പെട്ട ഷഹസാദ് പെട്ടി, അതുപോലെ സദസ്സിൽ സ്റ്റേജിലും വേദികളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മഹല്ലു ജമാഅത്തിൻ്റെ ഭാരവാഹികൾ, സംഘടനാ പ്രവർത്തകന്മാർ, പ്രിയമുള്ള നാട്ടിലെ സഹോദരങ്ങൾ, കാരണവന്മാർ, പണ്ഡിതന്മാർ, വിദ്യാർത്ഥികൾ, ഏറെ നേരത്തെ തന്നെ ഈ സദസ്സിനെ പുഷ്കലമാക്കി വലിയ ദുആയിൽ പങ്കെടുക്കാനും ഈ ആത്മനിർവൃതി നൽകുന്ന സദസ്സിൽ അല്ലാഹുവിൻ്റെ ബർക്കത്തുകളും അല്ലാഹുവിൻ്റെ പാപമോചനവും പ്രതീക്ഷിച്ച് വാരിയെല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ ഒരുപാട് വേജാറും സങ്കടവും വിഷമവും ഒക്കെ നിറച്ച് ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഉമ്മമാർ, അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മദീന പാഷൻ അജ്ഞതയുടെ അന്ധകാരങ്ങളിൽ നിന്ന് സ്വന്തം സമുദായത്തെ വിരാമമില്ലാത്ത വിജ്ഞാനത്തിൻ്റെ അനന്തതയിലേക്ക് ആവാഹിച്ച ലോകഗുരു നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്ത്യവിശ്രമ ദേശമായ മദീനയുടെ വികാരത്തെ വിശ്വാസികളുടെ നെഞ്ചിലേറ്റാൻ
SKSSF ആചരിച്ചു വരുന്ന മദീന പാഷനുമായി ബന്ധപ്പെട്ട് തണ്ടംപറമ്പ് ശാഖ സംഘടിപ്പിച്ചിട്ടുള്ള സമ്മേളനവും മതപ്രഭാഷണവും അതിൻ്റെ 29ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ നാട് വലിയ ഒരു ചരിത്രം ഇവിടെ തീർത്തിരിക്കുകയാണ്. എനിക്ക് വളരെ വലിയ സന്തോഷം തോന്നി. പൊന്നു വിലയുള്ള ഈ മണ്ണ് ദീനീ ദൈവത്തിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ സംസ്ഥാപനത്തിനു വേണ്ടി ദാനമായി നൽകിയ പ്രിയപ്പെട്ട ഹാജിയാർ മൊയ്തു ഹാജി, അള്ളാഹു അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ, മക്കളിൽ ബർക്കത്ത് ചെയ്യട്ടെ, കുടുംബങ്ങളിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഈ ദാനം നാളെ പകരമായി അള്ളാഹു സ്വർഗത്തിൽ കണക്കില്ലാത്ത വിധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാനൊരിക്കലും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയോ നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുകയോ ഇവിടെ നടക്കുന്ന ആത്മീയ സദസ്സിന് നേതൃത്വം നൽകുകയോ ചെയ്യേണ്ട ഒരാളായിരുന്നില്ല ഇന്ന് രാവിലെ വരെയും. ഇന്നലെ അജ്മീർ യാത്ര കഴിഞ്ഞ് വീട്ടിൽ വന്ന് വിശ്രമിക്കുമ്പോഴാണ് ആദരണീയനായ അബൂബക്കർ യമാനി ഫോൺ വിളിക്കുന്നത്. ഞങ്ങൾ അല്പം വിഷമത്തിലാണുള്ളത്. എന്താണ്? കേരളത്തിൻ്റെ ആത്മീയ ലോകത്ത് ഒരു നക്ഷത്രപ്രഭ പോലെ നിറഞ്ഞു നിൽക്കുന്ന ആദരണീയനായ ശൈഖുന അത്തിപ്പറ്റ് ഉസ്താദിൻ്റെ സാന്നിധ്യമായിരുന്നു നിങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ വളരെ കൃത്യമായി നിർവഹിച്ചു. പക്ഷേ ഉസ്താദിന് വരാൻ സാധിക്കുകയില്ല എന്ന ഞങ്ങളെയൊക്കെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത ഞങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ട്. അതൊക്കെ ഒരു സ്വാഭാവികമാണ്. ഒരു പരിപാടിക്ക് എത്താതിരിക്കുന്നതും ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് പോകാൻ കഴിയാതിരിക്കുന്നതുമൊക്കെ ഒരു സാധാരണ സംഭവിക്കാറുള്ളതാണ്. പക്ഷേ ശൈഖുന അത്തിപ്പറ്റ് ഉസ്താദ് എന്ന ആത്മീയ ലോകത്ത് സൂര്യ തേജസ് വരേണ്ട ഒരു സ്ഥലത്ത് വിനീതനായ എന്നെ പോലെയുള്ള ആളുകൾ പകരമായി വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ വിഷമമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഞാനത് ഏറ്റെടുക്കുകയായിരുന്നു. ഏറ്റെടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരു വികാരമുണ്ടായിരുന്നു, ഒരു താല്പര്യമുണ്ടായിരുന്നു. അബൂബക്കർ യമാനി പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉസ്താദിന് അസുഖമാണ്. എല്ലാവർക്കും അറിയാം. രോഗത്തെയും അതിജയിക്കുന്ന ഈമാനിൻ്റെ ആവേശത്തിലാണ് ആ മനുഷ്യൻ കേരളവും ഏഷ്യയും ഇന്ത്യയും ഇതര രാജ്യങ്ങളും സംഘടിപ്പിക്കുന്ന ആത്മീയ സദസ്സുകളിൽ പങ്കെടുക്കാൻ തയ്യാറാവുന്നത്. ആ മനുഷ്യൻ ഒരു വിദേശയാത്രക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്. ഡോക്ടർമാർ ഇന്ന് നിർബന്ധമായി നിങ്ങൾ തെറാപ്പി ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചിരിക്കുകയാണ്. എങ്കിൽ മാത്രമേ നാളത്തേക്കുള്ള വിദേശയാത്രക്ക് നിങ്ങളുടെ ശാരീരിക ക്ഷമത നിങ്ങൾക്ക് അനുകൂലമാവുകയുള്ളൂ. നിങ്ങൾക്ക് പ്രയാസമായിരിക്കും നാളെ യാത്ര ചെയ്യാൻ. അതുകൊണ്ട് നിങ്ങൾ എവിടേക്കും യാത്ര ചെയ്യരുത്. ഒരു നീണ്ട വിശ്രമം, ഒരു തെറാപ്പി ചെയ്യേണ്ടതുണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞു.
മാത്രമല്ല ഈ നാട്ടിലേക്ക് ചരിത്രമുറങ്ങുന്ന തുണ്ടംപറമ്പ് എന്ന് പറയുന്ന ഈ മണ്ണിലേക്ക് അധികം വൈകാതെ ഉസ്താദ് വരുമെന്നും ഉസ്താദിൻ്റെ ഡയറിയിലെ ഒരു പേജ് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന പ്രോമിസ്, ഉറപ്പ് തന്നുകൊണ്ടാണ് അവർ ഫോൺ കട്ട് ചെയ്തിട്ടുള്ളത് എന്ന് അറിയാൻ സാധിച്ചു. വസ്ബിർ ലിഹുക്മില്ലാ, അല്ലാഹുവിൻ്റെ വിധി ഇന്ന് ഉസ്താദ് ഇവിടെ വരലല്ല. വസ്ബിർ, അതുകൊണ്ട് ക്ഷമ കൊള്ളണം. ക്ഷമ കൊണ്ട് ഉപദേശിക്കാത്തവന് നാശമാണെന്നാണ് വൽ അസ്ർ സൂറത്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ക്ഷമ കൈക്കൊള്ളണം. വസ്ബിർ ലിഹുക്മില്ല, അല്ലാഹുവിൻ്റെ ഒരു വിധി വരാനുണ്ട് ഈ വിഷയത്തിൽ. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഒരു ആഗമനം ഈ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. ആ ഉറപ്പ് തന്നുകൊണ്ടാണ് ഉസ്താദ് നാളേക്കുള്ള യാത്രയ്ക്ക് പ്രിപ്പയർ ആകുന്നത്. അൽഹംദുലില്ലാഹ്, പൂർവോപരി സന്തോഷത്തോടുകൂടെ, ആഹ്ലാദത്തോടുകൂടെ, ആത്മീയമായ നിർവൃതിയോടുകൂടെ അദ്ദേഹത്തെ ഏറ്റെടുക്കാനും ഈ നാട്ടിൽ കൊണ്ടുവരാനും ആ മഹാദുആയുടെ കൂടെ പങ്കുകൊള്ളാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? നമ്മൾ ഒരു മാസമോ ഒരു വർഷമോ കൊണ്ട് നേടിയെടുക്കുന്ന ഇബാദത്തിൻ്റെ ഒരു ഈമാനിക തലമുണ്ട്. ഏകദേശം 1-2 വർഷങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന പാപമോചനത്തിൻ്റെ തലമുണ്ട്. അതായത് നമ്മൾ നമ്മുടെ ഗതകാല ജീവിതത്തിലോ വർത്തമാനകാലത്തിലോ നമ്മളിൽ നിന്ന് വന്നിട്ടുള്ള പാപമോചനങ്ങൾ, തെറ്റുകൾ, അതിനെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് നമ്മൾ പാപമോചനത്തിന് വേണ്ടി തേടും. അങ്ങനെ ഒരുപാട് ദുആ ചെയ്യും. എന്നാൽ ബഹുമാനപ്പെട്ട അട്ടിപ്പത്തെ ഉസ്താദിൻ്റെ കൂടെ നിങ്ങൾ 1 മണിക്കൂർ ചെലവഴിച്ചാൽ ഒരാണ്ടിൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമാറ് അദ്ദേഹത്തിൻ്റെ ഈമാനിൻ്റെ സ്ഫുരിക്കുന്ന തേജസ്സാണ് നമുക്ക് കാണാൻ സാധിക്കുക. അള്ളാഹു നമുക്ക് നൽകിയ വരദാനമാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ, ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. നീണ്ടുമെല്ലിച്ച ഊതിയാൽ പാറിപ്പോകുന്ന ഒരു ചെറിയ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പോലും പാപമോചനത്തിൻ്റെ ഇടങ്ങളാണ്. ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കേരള മണ്ണിൽ പരിചയപ്പെടുത്തിയ ഒരു മഹാനുണ്ട്. ഇന്ത്യയുടെ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. സമസ്തി എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ചുവട്ടിൽ കൂടുകെട്ടിയ തൻ്റെ വിരൽ സ്പർശം കൊണ്ട് ലക്ഷോപലക്ഷം ജനങ്ങളുടെ മനോവികാരത്തെ നിയന്ത്രിച്ച ചരിത്രമുറങ്ങുന്ന കോഴിക്കോടിൻ്റെ നഗരമധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ മുകളിൽ നിന്നോ തൊട്ടടുത്ത പള്ളിയുടെ മിനാരത്തിൽ മുഴങ്ങുന്ന ബാങ്കുലികൾക്കൊന്നിച്ച് കലിമ ചൊല്ലി ഈ ലോകത്തോട് കൊതിപ്പിക്കുന്ന മരണം സമ്മാനിച്ച് കടന്നുപോയ, നമ്മൾ ഇന്ന് മാഞ്ഞുപോയ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇവിടെ നമുക്ക് എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും പ്രഭാഷണത്തിലും ദഅവത്തിലുമൊക്കെ നിരന്തരം പ്രചരിപ്പിക്കുകയും പ്രഘോഷണം ചെയ്യുകയും ചെയ്ത ഒരു മഹാനുണ്ട്. അത് ഇന്ത്യയുടെ സുൽത്താൻ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അനിൽ ഹസനി റളിയല്ലാഹു അനിൽ മുഈനി. അദ്ദേഹം മുറാഖബയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ മുറാഖബയിൽ നിന്ന് അല്ലാഹുമായുള്ള പ്രത്യേക കൂടിക്കാഴ്ചകൾ ഉണ്ടാവാറുണ്ട്. അതൊരു ആത്മീയ തലത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമുക്ക് മനസ്സിലാവുന്ന കാര്യമല്ല. പ്രത്യേക മുറാഖബുകൾ കഴിഞ്ഞ മനുഷ്യൻ്റെ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങളുടെ മുഖത്തേക്ക് ഒരാൾ നോക്കിയാൽ അയാളുടെ പാപങ്ങൾ കരിഞ്ഞു പോകുമായിരുന്നു എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കുമുണ്ട് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി എന്ന സൂഫിസത്തിൻ്റെ രാജവീതിയെ ധന്യമാക്കിയ ഒരു മഹാനോട് കിടപിടിക്കാൻ, നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു മഹാൻ. അത് അത്തിപ്പറ്റ ഉസ്താദാണ്. അള്ളാഹു ഈ നാട്ടിൽ വരാനും അവരുടെ കൂടെ ഇരിക്കാനും അവരുടെ പ്രാർത്ഥനകളിൽ
ഒന്നിച്ചു ചേരാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് അദ്ദേഹത്തിൻ്റെ ശൂന്യതയെ നിങ്ങൾ ഒരു ശൂന്യതയായി കാണാതെ അത് വരാനിരിക്കുന്ന വലിയ ഒരു വിജയത്തിൻ്റെ നാളായി നിങ്ങൾ അതിനെ ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ പോലും ഒരു സദസ്സ് ഈ നാട്ടിൽ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വരണമെന്ന് ഇമാനി അടക്കമുള്ള ഇവിടുത്തെ എല്ലാ ആളുകളോടും ഞാൻ പറയണം. ഒരു ഡേറ്റ് അദ്ദേഹം തന്നാൽ അദ്ദേഹത്തിന് വേണ്ടിയുമാണെങ്കിലും ഒരു 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 പരിപാടി സംഘടിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഞാനൊന്നും പറയുന്നില്ല. സമയത്തിൻ്റെ പരിമിതിയുണ്ട്, മറ്റൊരു പരിപാടിയിൽ പോകേണ്ടതുണ്ട്. എല്ലാവരും അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം. ഇത്തഖുല്ലാഹ് ഉസിക്കും ബിത്തഖ്വല്ലാഹ്. എല്ലാവരും അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചും അള്ളാഹുവിനെ ഭയപ്പെട്ടും ജീവിക്കണം. അള്ളാഹുവിനെ പേടിക്കുമ്പോൾ, അള്ളാഹുവിനെ ഭയപ്പെടുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ആശിഖായിത്തീരും. നമ്മളൊരു നായയെ കണ്ട് പേടിച്ചാൽ നമ്മൾ നായയെ ദൂരതയിലാകും. നമ്മളൊരു കത്തിയാളുന്ന അഗ്നസ്ഫുലിംഗം നമ്മൾ കണ്ടാൽ, ഒരു തീപിടുത്തം കണ്ടാൽ നമ്മൾ പേടിച്ചിട്ട് ഓടിപ്പോകും. ഒരു മൂർഖൻ പാമ്പ് നമ്മളെ കൊത്താൻ വരുന്നത് കണ്ടാൽ നമ്മൾ പേടിച്ചിട്ട് ദൂരെ പോകും. നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ചാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ തൊട്ടടുത്ത് നിങ്ങളെത്തും. ഭൂമിയിൽ പേടിച്ചിട്ട് സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ, അത് അള്ളാഹുവിനെയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ആശിക്യങ്ങളായിത്തീരും. നമ്മുടെ കുടുംബത്തിൽ ഇസ്ലാമിക സ്വഭാവങ്ങളെ നിലനിർത്തുക. അതുപോലെ തന്നെ ധൂർത്തും ഈ ഉമ്മത്തിന് ആവശ്യമില്ലാത്ത നടപടികളിൽ നിന്നൊക്കെ മാറി നിന്ന് മദ്യപിക്കാതിരിക്കുക, ചീത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. പരമാവധി റബ്ബിനെ പേടിച്ച് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് രോഗികളുണ്ട് സദസ്സിൽ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ വരുമ്പോൾ ഫ്ലൈറ്റിൽ തൊട്ടടുത്തിരുന്ന ഒരു സഹോദരൻ 87 ലക്ഷം രൂപ ചിലവഴിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്ത ഒരു സഹോദരനാണ് എൻ്റെ തൊട്ടടുത്തിരുന്നത്. അദ്ദേഹം ഫ്ലൈറ്റ് രാജപൂരിലെത്തുന്നത് വരെ, രാജസ്ഥാൻ്റെ തലസ്ഥാന നഗരിയിലെത്തുന്നത് വരെ അദ്ദേഹം കരയുകയായിരുന്നു. നിറയെ പണമുണ്ട്, മക്കളുണ്ട്, ബിസിനസ്സുണ്ട്, അദ്ദേഹത്തിന് ആരോഗ്യമില്ല. അതുകൊണ്ടാണ് സ്വഹാബികൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യേണ്ടത് എന്തിനാണ്? ബഅദൽ ഹിദായത്തി ആഫിയ, ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം സഹാബ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ സദസ്സിൽ രോഗികളുണ്ട്, വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് സഹോദരിമാർ സഹോദരങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ. മഹാന്മാരുടെ കൂടെ നിൽക്കുക, മഹാന്മാരെ ഇഷ്ടപ്പെടുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് തിപ്പറ്റ ഉസ്താദിൻ്റെ അഭാവം നമ്മളിൽ യാതൊരുവിധ വിഷമങ്ങളും സൃഷ്ടിക്കാൻ പാടില്ല. നല്ല ഒരു കാത്തിരിപ്പിന് എല്ലാവരും തയ്യാറാവുക. അള്ളാഹു നമുക്ക് ആ മഹാനെ ഈ നാട്ടിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിൻ്റെ ദുആയിൽ പങ്കുചേരാനും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പരിപാടി സംഘടിപ്പിച്ച SKSSF തണ്ടംപറമ്പ് ശാഖയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതിന് സഹായിച്ചവരെ എല്ലാവരെയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധമായ വാക്യം ഉരുവിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.